പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 8ാം ക്ലാസ് വാർഷിക പരീക്ഷ ലിസാനുൽ ഖുർആൻ പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, മോഡൽ ചോദ്യങ്ങൾ ഏത് രൂപത്തിലാണ് എന്നീ വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തിയ നല്ല ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ്. മുഴുവനായി തന്നെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നാമത്തത് നിങ്ങൾക്ക് കാണാം, യോജിച്ചത് ചേർത്തി കൊടുക്കാനാണ്. ബ്രാക്കറ്റിൽ 6 നൽകിയിട്ടുണ്ട്. അതിന് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് ശരിയായത് തിരഞ്ഞെടുക്കണം. ഒന്നാമത്തത് അൽഫാദുൽ ലുഗത്തിൽ അറബിയ, അറബി ഭാഷയുടെ ഇനങ്ങൾ എത്രമാണ്? സലാസത്തു അഖ്സാമിൻ, 3 ഇനമാണ്. രണ്ടാമത്തത് ഇദാ ദുക്കിറൽ ഫായിലു, ക്രിയയുടെ കർത്താവിനെ നമ്മൾ പറഞ്ഞാൽ മഅൽ ഫീലി, ക്രിയയോട് കൂടെ കർത്താവ് ഉണ്ടെങ്കിൽ യുസമ്മ മഅറൂഫൻ, അപ്പോൾ അതിന് മഅറൂഫ് എന്ന് പറയും. ഇപ്പോൾ ലറബ, അടിച്ചു എന്ന് പറഞ്ഞു, അടിച്ച ആൾ മുഹമ്മദാണ്. ലറബ മുഹമ്മദുൻ എന്ന് പറഞ്ഞാൽ മഅറൂഫായി, കാരണം ക്രിയയോടുകൂടെ കർത്താവുണ്ട്. ഇനി മൂന്നാമത്തത് അൽ ഫീലുൽ മാലിൽ മുസ്ബത്ത്, ഫീൽ മാലി മുസ്ബത്ത് ഏതാണ്? നെഗറ്റീവ് അല്ല, പോസിറ്റീവായ അർത്ഥത്തിൽ വരുന്നത്, ചെയ്തു എന്ന അർത്ഥം വരുന്നത് ദഹബയാണ്. കാരണം ദഹബക്ക് മുമ്പ് മാ എന്നില്ല. മാ ഉണ്ടെങ്കിൽ അത് മംഫിയാകും. മാ ഇല്ലാത്തത്, മാലിയിൽ മായും മുലാരിയിൽ ലായും ഇല്ലാത്തതൊക്കെ മുസ്ബത്താണ്. പഠിച്ചു വെക്കുക. ആ മുസ്ബത്തിൻ്റെ സ്ഥാനത്ത് ഇനി മറ്റൊന്ന് വരുന്നത് മംഫി മാത്രമാണ്. മംഫി ആണെങ്കിൽ മാലിയിൽ മായും മുലാരിയിൽ ലായും ഉണ്ടാവണം. നാലാമത്തത് അൽ ഫീലുൽ മാലി ലഹു, മാലിയായ ഫീലിനെ കൊണ്ട് അർബ അഷറത്ത സിഅ, 14 പദങ്ങളുണ്ട്. 5 യകൂനു മാലിൽ മഅറൂഫ് മംഫിയൻ, മാലി മഅറൂഫ് മൻഫിയാകുന്നത് എങ്ങനെയാണ്? ബിദുഖൂലി മാ ഫി അവ്വലിഹി, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ആ മുസ്ബത്തിനെ മംഫിയാക്കുന്നത് അതിൻ്റെ മുമ്പ് മാ ചേർത്തി കൊടുക്കൽ കൊണ്ടാണ്. ആറാമത്തത് അൽ മംഫിയു, മംഫി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫീലുൻ, അതൊരു ക്രിയയായിരിക്കും. യദുല്ലു, അത് അറിയിക്കും അല അദമി വുക്കൂൽ ഫീല്, ആ ഫീല് ക്രിയ സംഭവിക്കാത്തതിൻ്റെ മേലാണ് അറിയിക്കുക. നെഗറ്റീവാണ്, പോസിറ്റീവ് അല്ല. സംഭവിച്ചു എന്നല്ല, സംഭവിച്ചില്ല എന്നുള്ളത് അറിയിക്കുന്നതാണ് മംഫി. ഇനി രണ്ടാമത്തേലേക്ക് വരാം. തമ്മിം പൂർത്തിയാക്കാനാണ്. 1 അൽ മജ്ഹൂലു, മജ്ഹൂൽ എന്ന് പറഞ്ഞാൽ ഫിയലുൻ, അത് ക്രിയയാണ്. ലം യുദ്കർ മഅഹു, ആ ക്രിയയോടുകൂടെ പറയില്ല. അൽ ഫായിലു, ഫായിലിനെ പറയില്ല. അപ്പോൾ ക്രിയയോടുകൂടെ കർത്താവിനെ പറയാത്തത് ഫായില്, ക്രിയയോടുകൂടെ കർത്താവിനെ പറയാത്തത് മജ്ഹൂലാണ്, പറഞ്ഞാൽ മഅറൂഫുമാണ്. രണ്ടാമത്തത് വൈദാ ദഖൽത ലാ പ്രവേശിച്ചാൽ അവ്വലൽ ഫീലിൽ മുലാരി, മുലാരിയായ ഫീലിൻ്റെ മുമ്പ് ലാ പ്രവേശിച്ചാൽ യകൂനു മംഫിയൻ, അത് മംഫിയാകും. മുസ്ബത്ത് മാറി മംഫിയാകും, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതാണ്. ഇനി മൂന്നാമത്തത് വയുബ്നൽ ഫീലുൽ മുലാരിയു, മുലാരിയായ ഫീലിനെ എടുക്കും ബി സിയാദത്തിൽ യാഇ, യാഇനെ വർദ്ധിപ്പിക്കൽ കൊണ്ട്, അവി താഇ അല്ലെങ്കിൽ താഇനെ വർദ്ധിപ്പിക്കൽ കൊണ്ട്, അവിൽ ഹംസത്തി അല്ലെങ്കിൽ ഹംസയെ വർദ്ധിപ്പിക്കൽ കൊണ്ട്, അവി നൂനി അല്ലെങ്കിൽ നൂനിനെ വർദ്ധിപ്പിക്കൽ കൊണ്ട്. എവിടെ വർദ്ധിപ്പിക്കുക? ഫി അവ്വലിൽ മാലി, മാലിയായ ഫീലിൻ്റെ തുടക്കത്തിൽ യാ ഓ താ ഓ ഹംസയോ നൂനോ വർദ്ധിപ്പിച്ചാൽ മുലാരി ആക്കാൻ പറ്റും. ഏതിനെ? മാലിയെ പിടിച്ച് മുലാരി ആക്കാം. അപ്പം മാലിൻ്റെ തുടക്കത്തിൽ ഇത് വർദ്ധിപ്പിച്ചാൽ മതി. നാലാമത്തത് വലിൽ അംറിൽ ഹാലിരി, അംറ് ഹാലിറിനെ കൊണ്ട് സിത്തത്തു സിഅൻ, 6 പദങ്ങളുണ്ട്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കി വെക്കുക. മൂന്നാമത്തത് വായിക്കുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതാണ് നിങ്ങൾ ഞങ്ങൾക്ക് തരുന്ന സമ്മാനവും. 3-1 കൈഫ യുജ്അലുൽ മാലിൽ മഅറൂഫ് മജ്ഹൂലൻ, മാലി മഅറൂഫിനെ എങ്ങനെയാണ് മജ്ഹൂലാക്കുക? അതുപോലെ തന്നെ മുലാരി മഅറൂഫിനെ മുലാരി മജ്ഹൂലാക്കുന്നതും എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്നതാണ്. പഠിച്ചു വെച്ചാൽ മാർക്ക് ഉറപ്പാണ്. മാലിയുടേത് എങ്ങനെയാണ്? ബി ലമ്മി അവ്വലിൽ മുത്തഹരിക്ക്, ചുരുക്കി പറഞ്ഞാൽ ഫഅല എന്നുള്ള മാലി മഅറൂഫിനെ ഫുഇല എന്ന മാലി മജ്ഹൂലാക്കാൻ എന്തൊക്കെ ചെയ്യണം? ബി ലമ്മി അവ്വലിൽ മുത്തഹരിക്ക്, അർക്കത്തുള്ള ആദ്യത്തെ അക്ഷരം ലമ്മ കൊടുത്താൽ മതി. ഓ കസിരി മാ ഖബ്ലൽ ആഖിരി, അവസാനത്തിന് മുമ്പുള്ള ആ എന്നുള്ളതിന് ഈ കൊടുത്താൽ മതി. അപ്പോൾ ഫഅല എന്നുള്ളതിന് ഫുഇല എന്നാക്കുക. അതാണ് അതിൻ്റെ അറബി, ഇതുപോലെ എഴുതി കൊടുക്കണം. 2 അൽ ഫീലുൽ മുലാരിയു യദുല്ലു അലാമ, മുലാരിയായ ഫീൽ ഏതിൻ്റെ മേൽ അറിയിക്കും? യദുല്ലു അലാ വുഖൂഇ അംരി ഫി സമാനിൽ മുസ്തഖ്ബിലി, കഴിഞ്ഞുപോയ കാലത്തൊരു, വരാനിരിക്കുന്ന കാലത്തൊരു കാര്യം സംഭവിക്കുന്നതോ
അല്ലെങ്കിൽ അവിൽ ഹാദിരി നടന്നുകൊണ്ടിരിക്കുന്ന കാലത്തൊരു കാര്യം സംഭവിക്കുന്നതിൻ്റെ മേലോ അറിയിക്കുന്നതാണ് മുളാരിയായ ഫീല്. മറക്കരുത്, വരാനിരിക്കുന്നതോ നടന്നുകൊണ്ടിരിക്കുന്നതോ ആയ കാലത്തിന് മേൽ അറിയിക്കുന്നതാണ് മുളാരിയായ ഫീല്. മൂന്നാമത്തത് കൈഫ യജ്അലുൽ മുളാരിഉ മഅറൂഫ് മജ്ഹൂലൻ. മുളാരി മഅറൂഫിനെ എങ്ങനെയാണ് മജ്ഹൂലാക്കുക? നേരത്തെ നമ്മൾ മാളിയാണ് പറഞ്ഞത്. യഫ്അലു എന്നുള്ളതിനെ യുഫ്അലു ആക്കൽ എങ്ങനെയാണ്? ബിലമ്മി അലാമത്തിൽ ഇസ്തിഖ്ബാലി, ഇസ്തിഖ്ബാലിൻ്റെ അടയാളത്തിന് ലമ്മ് കൊടുക്കുക. വ ഫതഹി മാ ഖബ്ലൽ ആഖിരി, അവസാനത്തെ മുമ്പുള്ളതിനേക്ക് ഫതഹും കൊടുക്കുക. എന്ത് എളുപ്പമാണ്! അറബി അങ്ങനെ പഠിച്ചു വെച്ചോളൂ, മാർക്ക് ഉറപ്പാണ്. നാലാമത്തത് ഇദാ ദഖല ലെന്ന് പ്രവേശിച്ചാൽ അലൽ മുളാരിഹി, മുളാരിയായ ഫീലിൻ്റെ മേലിൽ എന്ന് പ്രവേശിച്ചാൽ മാദാ യുഹദഫു മിൻഹു, അതിൽ നിന്ന് എന്തൊക്കെ കളയപ്പെടും? നൂനു തസ്നിയത്തി, രണ്ടെണ്ണത്തിൻ്റെ മേൽ അറിയിക്കുന്നതിലുള്ള നൂന്, അഥവാ യഫലു യഫലാനി, ആ യഫലാനി യഫലാനി തഫലാനി തഫലാനി അതാണ് തസ്നിയ. അതിലെ നൂനൊക്കെ പോയിട്ട് ലൻ യഫ്അലാ എന്നാകും. ഓ ജംഉ മുദക്കർ, ജമ്മു മുദക്കറിൻ്റെത് പോകും. യഫൽ യഫലാനി യഫലൂനയാണ് ജമ്മു മുദക്കർ, അപ്പോൾ ലൻ യഫ്അലൂ എന്നേ ഉണ്ടാവും, നാ എന്നുള്ളത് പറയില്ല. അതുപോലെ തന്നെ വൽ മുഖാത്തബ്, വഹദാൻ മുഅന്നസ് ഹാളിറിൻ്റെ നൂനിനെയും കളയും. ഇനി അടുത്തത് ഉക്തുബുൽ അൽഫാദ്, അൽഫാദുകൾ എഴുതാനാണ്. ഒന്നാമത്തത് ഇഫ്അൽ. ഇഫ്അൽ എന്നുള്ളതിൽ എന്തൊക്കെയുണ്ട്? മുദക്കറാണ്, അത് ആണാണ്. വാഹിദ് ഏകവചനമാണ്. മിൻ അംറിൽ ഹാളിർ, ഇത് അംർ ഹാളിറിൻ്റെ പദമാണ്. ഇഫൽ ഇഫല ഇഫലു ഇഫലി ഇഫല ഇഫല്ല. അപ്പോൾ ഒരു പദം നിങ്ങൾക്ക് എഴുതാൻ ചോദിക്കപ്പെട്ടാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തൊക്കെ അറിയുമോ അതൊക്കെ അതിൽ എഴുതി കൊടുക്കാം. ഓർഡർ വേണമെന്നില്ല. അപ്പോൾ മുഅന്നസായ ഒരു പദമാണ്, മുഅന്നസാണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ അത് മാത്രം എഴുതി കൊടുത്താൽ അതിനൊരു മാർക്ക് കിട്ടും. ശ്രദ്ധിക്കുക. ഇനി ഇഫ്അലൻ എന്നുള്ളത് ജം ആണത്, ബഹുവചനമാണ്. മുഅന്നസ് പെണ്ണാണ്. മിൻ അംറിൽ ഹാളിർ, അംർ ഹാളിറിൽ നിന്നാണ്. ഇനി മൂന്നാമത്തതിൽ യഅ്കുല എന്നുള്ളത് എന്താണ്? അൽ മുദക്കറുൽ വാഹിദു, അത് ആണാണ്, ഏകവചനമാണ്, ഓയിബ് സ്ഥലത്തില്ലാത്തതാണ്. മി മുസ്തഖ്ബിൽ മാറൂഫ് അൽ മംഫി ബിലൻ, ലെന്ന് കൊണ്ട് മംഫിയായ മുസ്തഖ്ബിൽ ഓയിബിൻ്റെ വഹദാൻ മുദക്കറാണ്. അടുത്തത് ലം യസ്മഅ് മുദക്കറുൽ വാഹിദുൽ ഓയിബ് മി മുസ്തഖ്ബിൽ മാറൂഫിൽ മംഫി ബിലം. അടുത്ത യുഫ്അലു അൽ മുദക്കറുൽ വാഹിദുൽ ഓയിബു മിനൽ മുസ്തഖ്ബിൽ മജ്ഹൂൽ അൽ മുസ്ബത്ത്. അൽഫാൽ എഴുതാനും അതുപോലെ തന്നെ സർഫാക്കാനും അറിയില്ലെങ്കിൽ പകുതി മാർക്ക് ഉറപ്പായും ലിസാനിൽ നഷ്ടപ്പെടും. ശ്രദ്ധിക്കുക, രണ്ടും പഠിച്ചു വെച്ചോളൂ. ഇപ്പം നമ്മൾ വായിച്ചതാണ് അൽഫാൽ, ഇനി വായിക്കാൻ പോകുന്നതാണ് സർഫാക്കാനുള്ളത്. ലൻ യഫ്അൽ ലൻ യഫ്അല ലൻ യഫ്അലു ലൻ തഫ്അൽ ലൻ തഫ്അല ലൻ യഫ്അൽന ലൻ തഫ്അലി ലൻ തഫ്അല ലൻ തഫ്അൽന ലൻ നഫ്അല ലൻ നഫ്അല. ഇർക്കബ് ഇർക്കബ ഇർക്കബു ഇർക്കബി ഇർക്കബ ഇർക്കബിന. ലിയുംഫിഖ് ലിയുംഫിഖാ ലിയുംഫിഖു ലിതുംഫിഖ് ലിതുംഫിഖ ലിയുംഫിഖ്ന. അപ്പോൾ ഇതുപോലത്തെ ചോദ്യം ഉറപ്പാണ്, അതുകൊണ്ട് സർഫാക്കാൻ എല്ലാവരും പഠിച്ചു വെക്കുക. അവസാനത്തെ ഒരു ചോദ്യം, തെർജിം അൽ ബിൻതാനി കസഹത്ത ഫിന അൽ ബൈത്ത്, വീടിൻ്റെ മുറ്റം രണ്ട് പെൺകുട്ടികൾ അടിച്ചു വാരി. ലിസാനിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ബ്രാക്കറ്റിൽ നിന്നും മറ്റൊക്കെ നമ്മൾ യോജിപ്പിക്കുന്ന സമയത്ത് ആണാണോ പെണ്ണാണോ ഏകവചനമാണോ ബഹുവചനമാണോ എന്നൊക്കെ ശ്രദ്ധിച്ച് മാത്രം കൈകാര്യം ചെയ്യേണ്ടതാണ്. ചെറിയ തെറ്റിന് വലിയ മാർക്ക് നഷ്ടപ്പെടുക എന്നതാണ് ലിസാൻ്റെ പോളിസി. ശ്രദ്ധിച്ച് മാത്രം കൈകാര്യം ചെയ്യുക. സംശയമുള്ളത് ഉസ്താദിനോട് ചോദിച്ച് പ്രത്യേകം ഉറപ്പുവരുത്തിയിട്ട് മാത്രം എഴുതുക. നല്ല മാർക്കുണ്ടാവട്ടെ. എല്ലാവർക്കും ഉയർന്ന മാർക്കോടുകൂടെയുള്ള വിജയമുണ്ടാവട്ടെ. കമൻറ്റിൽ ആമീൻ എഴുതുന്നവർക്കൊക്കെ അല്ലാഹു തആല ഈ വർഷം, ഈ അധ്യയന വർഷത്തിൽ നല്ല ഉയർച്ചയുള്ള മാർക്ക് അല്ലാഹു നൽകട്ടെ. ആമീൻ.